ാണ് അങ്ങനെയെങ്കിൽ അതിദാരുണമായ കറുത്ത ഞേർ എന്ന ഈ ഞേറിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തൊട്ട അയൽ രാജ്യമാണ് നേപ്പാൾ. ഒരു വിമാന അപകടം, വിമാന ദുരന്തമാണ് നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത്. പൊക്കാറ വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ 45-50 മിനിറ്റിന് മുൻപാണ് ഈ വേദനിപ്പിക്കുന്ന, ലോകത്തെ തന്നെ നടുക്കുന്ന ഈ വലിയ വാർത്തയുമായി ലോകം ഉണരുന്നത്, അല്ലെങ്കിൽ ലോകം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് 2023 ജനുവരിയിൽ നടക്കുന്ന ഏറ്റവും വലിയ വിമാന അപകടം ഈ പുതുവർഷ പുലരിയിൽ അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. യതി എയർലൈൻസിൻ്റെ ATR 72 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കമാൻഡുവിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 4 ജീവനക്കാരുണ്ടായിരുന്നു. ആ വിമാനം പറന്നു പൊങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. കാരണം ആ വിമാനം വലിയൊരു ചരിവോടുകൂടെയാണ് അത് തകർന്നു വീണത്. ലാൻഡ് ചെയ്തു പറന്ന് പൊങ്ങി വലിയ രീതിയിലുള്ള ഒരു ചരിവോടുകൂടെ വിമാനം തകർന്നു വീഴുകയാണ്. അതാണ് അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു ചരിവാണ് അപകട കാരണമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആ ചരിവോടുകൂടെ തന്നെ പൈലറ്റിന് നിയന്ത്രണം നഷ്ടമായി. അങ്ങനെ വേണം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി നഷ്ടമായി എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി നഷ്ടമായി, അങ്ങനെ അപകടമുണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ അപകടം, നാടിനെ നടുക്കിയ അപകടം. എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോഴും 45 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. അതിദുഃഖകരമായ ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? പ്പെട്ടു എന്ന ഇത് തികച്ചും അനൗദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മാധ്യമങ്ങളും നേപ്പാളി മാധ്യമങ്ങളും ഇത്തരത്തിൽ പറയുന്നുണ്ടെങ്കിലും യതി എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്നോ നേപ്പാൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒരു വിശദീകരണം എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. തികച്ചും ദൗർഭാഗ്യകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പൊക്കാറയിൽ തകർന്നു വീണ യതി എയർലൈൻസിൻ്റെ വിമാനത്തിന് ലാൻഡിങ്ങിന് അനുമതി ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേപ്പാൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇവർക്ക് കൃത്യമായി നൽകിയിരുന്നു. മോശം കാലാവസ്ഥയല്ല, വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിനെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നേപ്പാൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് യഥാർത്ഥ അപകട കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. എങ്കിലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കാലാവസ്ഥയല്ല പ്രശ്നമായത് ഈ വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. വിമാനം ലാൻഡ് ചെയ്യാൻ പറന്നുയരുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള ഒരു ചരിവിലേക്ക് വിമാനം പോയി എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ വിമാനം ചരിയുന്നൊരവസ്ഥ. ഒരുപക്ഷെ നിയന്ത്രണം നഷ്ടമായതാകാം അപകട കാരണം. ഇപ്പോൾ നമുക്കതിനെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള അപകടം എന്ന് നമുക്കൊരിക്കലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. മറിച്ച് ഇത് നിയന്ത്രണം നഷ്ടമായി എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. വലിയ രീതിയിലുള്ള ചരിവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത്. അതാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അനുഷയ്ക്ക് തുടരാം. അജി.